പശ്ചിമേഷ്യൻ തീരത്ത് പുതിയൊരു യുദ്ധത്തിന്റെ കാഹളം കേട്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളും തന്ത്രങ്ങളും മറികടന്ന പുതിയ പട ഒരുക്കത്തിന് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഖമേനിയുടെ നീക്കം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പതനം മാത്രം. ഇറാൻ പ്രസിഡന്റിന്റെ ഭാഷ്യവും അതുതന്നെ. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുക്കി വച്ചിരിക്കുന്നത് എന്താകും പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇറാനെ പിടിച്ചുകെട്ടാൻ ഇസ്രയേലിന് കഴിയുമോ? ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇറാനുമായി ഒരു യുദ്ധമാകുമോ ഇസ്രയേൽ വരുത്തിവെക്കുന്നത്? വിശദമായി നോക്കാം. ഞാൻ ലക്ഷ്മി. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായാൽ കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇസ്രയേലുമായുള്ള മുൻ 12 ദിവസത്തെ യുദ്ധസമയത്തേക്കാൾ ആയുധശേഷിയിലും സൈനിക ശേഷിയിലും ഇറാൻ ഇപ്പോൾ കൂടുതൽ ശക്തമാണെന്നും പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്നും അതിനെ നേരിടാൻ രാജ്യം പൂർണ്ണമായും സജ്ജമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ബലം വർദ്ധിച്ചുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭാവിയിലെ ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന സൂചന നൽകുന്നു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. ആയുധങ്ങളിലൂടെയും സേനാബലത്തിന്റെയും കാര്യത്തിൽ മുൻപന്തേക്കാൾ ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണാൻ ശത്രുക്കൾ കാത്തിരിപ്പുണ്ടെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇസ്രയേൽ അടക്കമുള്ളവർ നേരത്തെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന ശ്രദ്ധേയമാണ്. ഉപരോധങ്ങൾ കാരണം രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും പെസഷ്കിയാൻ പരാമർശിക്കുന്നുണ്ട്. ബാരലിന് $75 വിറ്റിരുന്ന എണ്ണ ഇപ്പോൾ $50 വിൽക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും പുതുവർഷത്തിൽ $2.5 ബില്യൺ സബ്സിഡിയായി നൽകുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകളും പ്രഖ്യാപനങ്ങളും ഇറാന്റെ പുതിയ നേതൃത്വം ആഭ്യന്തരമായും അന്തർദേശീയമായും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതിന്റെ സൂചന നൽകുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. രാജ്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണാൻ ശത്രുക്കൾ കാത്തിരിപ്പുണ്ടെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. രാജ്യത്ത് ലിംഗപരമോ മതവംശീയ വിശ്വാസപരമോ ആയ ഒരു വിവേചനവുമില്ലെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇസ്രയേൽ ഉൾപ്പെടെ നേരത്തെ ഇത് വിഷയമാക്കി ഉയർത്തിയിരുന്നു. ഉപരോധങ്ങൾ കാരണം നേരിടുന്ന പ്രതിസന്ധികളും ഇറാൻ പ്രസിഡന്റ് വിവരിച്ചു. നയതന്ത്ര സമ്മർദ്ദം എന്നിവയിലൂടെ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ 12 ദിവസത്തെ വ്യോമാക്രമണത്തിനിടെ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 1100ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടുവെന്നും ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ 28 പേരും കൊല്ലപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ജൂണിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാന്റെ സായുധ സേന ഇപ്പോൾ കൂടുതൽ ശക്തരാണെന്നും ഇറാന്റെ പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇറാൻ പൂർണ്ണ സജ്ജമാണ് എന്നതിന്റെ അർത്ഥം തന്നെ മിസൈൽ ശക്തിയിൽ മുൻപന്തിയിലാണ് എന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിപുലമായതും മേഖലയിലെ സൈനിക തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി. ദേശീയ പ്രതിരോധത്തിലും മേഖലയിലെ പ്രാദേശിക സ്വാധീനത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത മിസൈലുകൾ നിലവിൽ ഇറാന്റെ ആവനാഴിയിലുണ്ട്. സൗദി അറേബ്യ, ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയ എതിരാളികളുടെ സൈനിക മേധാവിത്വത്തോട് മത്സരിച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പരസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവ പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇസ്രയേലുമായുള്ള നിരന്തര സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ അതിവേഗം മിസൈൽ ശേഷി വികസിപ്പിച്ചത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനവും പരീക്ഷണവും അവർ തുടരുന്നു. 2000 കിലോമീറ്ററോ അതിൽ കൂടുതലോ പരിധിയുള്ള മിസൈലുകൾ പ്രവർത്തനക്ഷമമാണെന്നും വിന്യസിക്കാൻ സജ്ജമാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ള നൂതന മിസൈലുകൾ കൈവശമുണ്ട് എന്നാണ് അവകാശവാദം. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ പുരോഗതിയുണ്ടെന്നും അവകാശവാദങ്ങളുണ്ട്.
ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നും 10,000 കിലോമീറ്റർ പരിധിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ സജ്ജമാണെന്നും റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ഇറാന്റെ പരിധിയിൽ യൂറോപ്പ് വരുമ്പോൾ പശ്ചിമേഷ്യ ഇനി പോർക്കളമാകുമോ എന്നതാണ് അത്.